അരി തിളപ്പിച്ചിറക്കി വെച്ച് നമുക്ക് ചോറും അരി തിളപ്പിച്ചിറക്കി വെച്ച് ഇനി നമുക്ക് ഇത്തിരി പരിപ്പും പപ്പായയും കൂടെ വയ്ക്കാം. ഇനി പരിപ്പ് അടപ്പയിടാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പപ്പായ ഇടാം. ഒരു തക്കാളി, 4 പച്ചമുളക്, ഒരു സവോള, മഞ്ഞൾപ്പൊടി, ഉപ്പ് തിളച്ചിട്ടിടാം. നമുക്കൊന്ന് ഇളക്കി. ഇത് ചുവന്ന പരിപ്പ, മസൂർ ദാൽ എന്ന് പറയും, മസൂർ ദാൽ. അങ്ങോട്ട് വേകട്ടെ. അടച്ചിട്ട് നമുക്ക് തീരിച്ച് തിളയ്ക്കാം. തിളയ്ക്കുമ്പോൾ ഉപ്പിടാം. തിളച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. മുക്കാൽ ഭാഗം വേവായി. ഇനി നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. അതൊന്നുകൂടെ വെന്ത് സെറ്റാവട്ടെ. നമുക്കിനി കടുക് താളിക്കാം. കറിക്ക് വേണ്ടിയിട്ട് കടുകിട്ട് ജീരകം, ഉള്ളി, നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് നമുക്ക് അനുസരിച്ച്. ഇപ്പോൾ ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി അതുപോലെ 1 സ്പൂൺ മതി. 1 സ്പൂൺ മല്ലിപ്പൊടി. പിന്നെ ആവശ്യത്തിന് കായം. എനിക്കിഷ്ടമാണ് ഞാൻ ശകലം കൂടുതലിട്ട്. എന്നിട്ട് നമുക്ക് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി കൂടുതലാന്ന് തോന്നും. എന്നിട്ട് നമുക്ക് ഇളക്കി മുളക് പൊടിയൊക്കെ മൂപ്പിച്ച് നമുക്കത് വെച്ചാൽ വെള്ളം ഒഴിച്ച് അത് നല്ല അരപ്പാക്കി എടുക്കണം. തിളപ്പിച്ച് അരപ്പാക്കി എടുക്കും. അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടും. അപ്പോൾ അത് കറിയായി. കറിയിൽ അത് ഒഴിച്ച് കൊടുക്കാം. വെള്ളം കുറവുണ്ട്. നമുക്ക് ഈ ചട്ടി തനിച്ചിരി വെള്ളം തിളപ്പിച്ചൊഴിക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്. കറി നല്ല സൂപ്പർ സാമ്പാറോ എന്തുവാന്ന് നല്ല ടേസ്റ്റാണ്. അതിലേക്കാളും നല്ല ടേസ്റ്റാണ്. ശകലം വെള്ളം കൂടെ ഒഴിക്കണം. ആ ചട്ടി തന്നെ കുറച്ച് വെള്ളം തിളപ്പിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് നോക്കിയിട്ടുണ്ടല്ലേ, ഇപ്പം തന്നെ ചോറിനാൻ തോന്നുന്നു. നല്ല അടിപൊളി കറിയാണ്. എല്ലാവരും ഇങ്ങനെ വെക്കണം. പരിപ്പും പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക അല്ലെങ്കിൽ കർമൂസങ്ക. എനിക്ക് തൃശ്ശൂരുണ്ടേ ആൾക്കാർ, അതുകൊണ്ടെല്ലാം കൂടെ പറയുന്നത്. അരി കുനിച്ചിട്ട് കറി റെഡി. ഇനി ഒരു ഓംപ്ലേറ്റോടെ ഉണ്ടാക്കി കഴിക്കാം. ഞാൻ കറി വെക്കുമ്പോൾ ശകലം കൂടുതൽ വെക്കും. എൻ്റെ അയലത്തുകാർക്ക് എൻ്റെ കറി ഭയങ്കര ഇഷ്ടം. അവർക്കൂടെ കൊടുക്കാൻ. പിന്നെ ചോറ് ഒരു ശകലം മതി. ചോറ് ആർക്കും വേണ്ടല്ലോ. അങ്ങനെ ഇന്നത്തെ ഒരു ഓംപ്ലേറ്റോടെ ഉണ്ടാക്കി. ഇന്നത്തെ ഭക്ഷണം റെഡി. ഓക്കേ, എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ.